FIR-ൽ 2 FIR ആണ്. ഒരു FIR പറയുന്നത് സിസ തോമസിനെ ആക്രമിച്ചു. സിസ തോമസിനെ ആക്രമിച്ചോ SFI? ഏതെങ്കിലും ഘട്ടത്തിൽ ആക്രമിച്ചോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്, ഓൺലൈൻ മാധ്യമവും ദൃശ്യമാധ്യമവും വ്യക്തിപരമായ ഓരോ വ്യക്തികളും ഇന്ന് മാധ്യമ പ്രവർത്തകരായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആർക്കെങ്കിലും സിസ തോമസിനെ SFI ആക്രമിച്ചു എന്ന് തെളിയിക്കാൻ പറ്റൂ? ഇല്ല. പച്ചക്കള്ളമാണ്. ആ പച്ചക്കള്ളത്തെ കേസാക്കുന്നു, ആ കേസിനെ അറസ്റ്റാക്കുന്നു. അത് SFIക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാക്കുന്നു. ആരൊക്കെയാണ് പ്രതികരിച്ച്? കേരളത്തിലെ മുഴുവൻ VC-മാരും ജോയിൻ്റ് പ്രസ്താവന, ഗവർണറുടെ ഇടപെടൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ, ആഭ്യന്തരമന്ത്രിയുടെ കമൻറ്റ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കമൻറ്റ്. എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞത്? അപ്പോൾ ഈ 24 ദിവസവും ഈ സമരങ്ങളെ തിരിഞ്ഞു നോക്കാത്ത റോജി M. ജോണും രമേശ് ചെന്നിത്തലയും പൊടുന്നനെ സംഘപരിവാറിൻ്റെ താല്പര്യപ്രകാരം സംഘപരിവാർ ആരോപിച്ച, യുവമോർച്ചയുടെയും ABVP-യുടെയും നേതാക്കന്മാർ ആരോപിച്ച ഈ തെറ്റായ നുണപ്രചരണത്തെ ഏറ്റെടുത്തുകൊണ്ട് RSSന് വേണ്ടി പ്രചരണം നടത്തുകയാണ്. RSS മുന്നോട്ട് വെച്ച വാദങ്ങൾ സിസ തോമസിൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ അത് പോലീസ് എഴുതിയെടുത്ത് കേരള പോലീസിലൂടെ നടപ്പിലാക്കുന്നു. അതിന് ഏറ്റുപാടൽ നടത്തുന്നതോ രമേശ് ചെന്നിത്തലയും റോജി M. ജോണും. ഇതെന്ത് നാടാണ്? സംഘപരിവാറിനോട് ഇത്രയോളം രാഷ്ട്രീയ വിധേയത്വം എന്തിനാണ് ഇവർ നടത്തുന്നത്? അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവിടെ വിദ്യാർത്ഥി വിഷയത്തെ അഭിസംബോധന ചെയ്യണമെന്നോ ആ ക്യാമ്പസിലെ വിഷയങ്ങളോ സമരങ്ങൾ കിടക്കുന്ന വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യണോ എന്നുള്ളതല്ല, മറിച്ച് SFIയെ ആക്രമിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യമാണ് ഇവർക്കെല്ലാവർക്കും. കേരളത്തിലെ എല്ലാ VC-മാർക്കും SFIയോട് പ്രശ്നമുണ്ട്. ഗവർണർക്ക് SFIയോട് തീരാത്ത പ്രശ്നമാണ്. ആഭ്യന്തരമന്ത്രിക്ക് പ്രശ്നമാണ്. മുഖ്യമന്ത്രിക്ക് പ്രശ്നമാണ്. റോജി M. ജോണിന് പ്രശ്നമാണ്. ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെന്തായാലും ഞങ്ങൾ നിന്നുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തകരെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് കൃത്യമായി പോലീസ് പറഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്ക് ഉൾപ്പെടെ SFI കടക്കേണ്ടതായി വരും. കൃത്യമായി ഞങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ച് ഞങ്ങൾ നേരിട്ട്, സംസ്ഥാന ഭാരവാഹികൾ തന്നെ നേരിട്ട് ആ ക്യാമ്പസിലെത്തി, ആ പോലീസ് സ്റ്റേഷനിലെത്തി എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമായ ആധാരം എന്നവർ നമുക്ക് കൃത്യമായി പറഞ്ഞു തരേണ്ടതുണ്ട്. വീട്ടിൽ കയറിയാണ് അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ മാത്രം എന്ത് പിടികിട്ടാ പുള്ളിയാണ് ആ 4 പേരിലുള്ളത്? ആ 4 പേർക്കെതിരെയുള്ള ഇതുവരെയുള്ള ചാർജുകളിൽ എന്തെങ്കിലും ഈ കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത, കേരളത്തിലെ പൊതുസമാധാനത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അതൊക്കെയും പറയാൻ ഉത്തരവാദിത്തമുണ്ട്. സമൻ ചെയ്താൽ, വിളിച്ചാൽ അവർ വരുമല്ലോ. അപ്പോൾ ആ നിലയിലല്ല പോലീസ് ആക്ട് ചെയ്തിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഈ കാലടി സർവകലാശാലയിൽ ഗവർണർ അവിടുത്തെ VC-യെ ഉപയോഗിച്ച് നടത്തുന്ന സംഘപരിവാർ വൽക്കരണത്തിന് അതുപോലെ കൂടെ നിൽക്കുന്ന റോജി M. ജോണിനെതിരെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും ഗവൺമെൻറ്റിനുമെതിരെ, സർക്കാരിനെതിരെയും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ നുണ കൊണ്ടൊന്നും ഞങ്ങളെ നേരിടാൻ കഴിയില്ല. ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഈ കേരളത്തിൽ ഒരു VC-യെയും തെമ്മാടിത്തരമെല്ലാം ചെയ്തു RSSൻ്റെ ശാഖകളിലും തിണ്ണനിരങ്ങിയും അവർ പറയുന്ന ഭൂലോക മണ്ടത്തരങ്ങളും വെറുപ്പുമെല്ലാം പൊതുജനങ്ങളോട് പറയുമ്പോഴും അവരെ വിമർശിക്കുക, അവരെ മര്യാദയുടെ രൂപത്തിൽ എതിർക്കുക എന്നല്ലാതെ അവർ ചെയ്യുന്ന പ്രവൃത്തി പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ വിദ്യാർത്ഥികളുടെ ഭാവി തുലക്കാനാണ്. ആ വിദ്യാർത്ഥികളെ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കാനാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായ പ്രതിരോധം SFI അവർക്ക് വേണ്ടി അവിടെ ഉയർത്തും. ഈ MA കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടിയുടെ മരണം ഉണ്ടാകുകയാണ്. സ്വദേശിയാണ്. ക്ലാസ്സിൽ പോലും കയറ്റിയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു ധാരണ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് എൻ്റെ അധികാരികൾ. ഈ സ്ഥാപനങ്ങളൊക്കെയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. വിദ്യാർത്ഥികളില്ലെങ്കിൽ കോളേജില്ല, സർവകലാശാലയില്ല. KTU സർവകലാശാല 18 ക്രെഡിറ്റ് മതി എന്ന് പറയുന്ന റൗട്ട് സംവിധാനത്തിൽ SFIയുടെ ഉൾപ്പെടെയുള്ള സമരത്തിൻ്റെ ഭാഗമായി, വിദ്യാർത്ഥി സംഘടനകളൊക്കെ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി അവിടെ ആ റൗട്ട് സിസ്റ്റം ഈ തവണ ഒഴിവാക്കിയിട്ടും ഈ അത്തനേഷ്യസ് കോളേജിൽ അത് ഉൾപ്പെടുത്താൻ കഴിയില്ല, റൗട്ട് ഒഴിവാക്കാൻ കഴിയില്ല, കുട്ടികളെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന ഏകാധിപത്യ മനോഭാവത്തോടു കൂടിയുള്ള തീരുമാനം എടുത്തത്. അതിനവർ കാരണം പറഞ്ഞത് ഞങ്ങൾ ഓട്ടോണമസ് ആണ്. അതോടൊപ്പം അവർ പറഞ്ഞത് ഇവിടുത്തെ ക്രെഡിറ്റ് 22 18 ക്രെഡിറ്റ് സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് മതി എന്ന് പറയുമ്പോൾ 22 ക്രെഡിറ്റ് സ്വയം തീരുമാനിക്കാൻ ഇവർക്കാരാണ് അധികാരം നൽകിയത്? ഓട്ടോണമസ് പദവിയാണോ? ഓട്ടോണമസ് പദവിയാണെങ്കിൽ അവർ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് KTUവിൽ നിന്നല്ലേ? സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് KTU അല്ലേ? അപ്പോൾ എന്താ പ്രശ്നം? ഇവിടെ നാട്ടിലൊരു നിയമവും അവിടെ വേറൊരു നിയമവും എന്ന് സ്ഥിതിയിലേക്ക് പോയാൽ അത് വെള്ളരിക്കപ്പെട്ടണമാവും. അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക്, അരുണാചലിൽ നിന്ന് കേരളത്തിൽ വന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു.
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളുടെയൊക്കെ യോഗം വിളിച്ചിട്ട് പറഞ്ഞത് രാജ്യത്തെമ്പാടുള്ള കുട്ടികളെ ഇവിടെ എത്തിക്കണമെന്നാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ള ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. മണിപ്പൂരിൽ നിന്നും അരുണാചലിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് കുട്ടികൾ വന്ന് കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കുട്ടികൾക്കൊന്നും ഇവിടെ പഠിക്കാൻ കഴിയാത്ത അവസ്ഥയായി. റോജി എം ജോൺ ഇത്തരം കാര്യങ്ങൾ കൂടി ഇടപെടണം. അതോടൊപ്പം തന്നെ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കണം. ആ കോളേജ് അധികൃതർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. അതിന് ആ പ്രിൻസിപ്പൽക്കെതിരെ പോലീസ് കേസെടുക്കണം. അതിനൊന്നും ഇവർക്ക് സമയമില്ല. മറിച്ച് കുട്ടികളെ എങ്ങനെ വേട്ടയാടാം, സംസ്കൃത സർവകലാശാലയിലെ കുട്ടികളെ എങ്ങനെ ഇല്ലാതാക്കാം, ഓരോ സർവകലാശാലയിലെയും SFIക്കാരെ എങ്ങനെ പിടിക്കാം, എങ്ങനെ പെടുത്താം, അവരുടെ ഭാവി നശിപ്പിക്കാം, ഇതാണ് ഇവരുടെ പദ്ധതി. ഇപ്പോൾ ഇവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു കാര്യത്തിൽ ഇടപെടാത്തതിന് ഞങ്ങളെന്ത് പിഴച്ചു? ഞങ്ങൾ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരടിക്കുന്നതും ഇവരുടെ തെറ്റായ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. KSUO MSFO സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പണങ്ങിപ്പോയ പ്രസിഡന്റുമാരെ ഉള്ളതിന് ഞങ്ങളെന്ത് വിളിച്ചു? അത് നിങ്ങൾ ആഭ്യന്തരമായി പരിഹരിക്കണം. അതിന് ഞങ്ങളെ ഇല്ലാതാക്കി നിങ്ങളങ്ങ് വളരണമെന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊന്നും ശരിയായ നിലപാടല്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടണം. റോജി എം ജോൺ ഒരു മുൻകാല KSU പ്രവർത്തകനും NSU നേതാവും ഒക്കെയാണ്. അപ്പോൾ ആ നിലപാട് സ്വീകരിക്കണം. ആ കോളേജിനെതിരെ നടപടിയെടുക്കണം. ഈ നിലയിൽ കൃത്യമായ നടപടിയെടുത്ത് അവിടെ മുന്നോട്ട് പോകാൻ കഴിയണം. ഇതാണ് SFIക്ക് വേണ്ടി പറയാനുള്ളത്. അവിടെ കൃത്യമായി SFI ഇടപെട്ടിട്ടുമുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികൾ നേരിട്ട് എന്നെ ഉൾപ്പെടെ വിളിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സഹായവും അവിടെ SFI വാഗ്ദാനം ചെയ്യുകയും സഹായിക്കുകയും ചെയ്തു വരികയാണ്.